മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഹാലക്ഷ്മിക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ആയിട്ട് തോമസ് ഡോക്ടറെ ചെന്ന് കാണുന്നുണ്ട്. ആ സമയത്ത് തോമസ് ഡോക്ടർ മഹാലക്ഷ്മിയെ വിശദമായി തന്നെ പരിശോധിച്ചതിന് ശേഷം ഡോക്ടർ സന്തോഷത്തോടു കൂടി ഇങ്ങനെ കണ്ണൻ്റെ മഹാലക്ഷ്മിയുടെ നേരെ നോക്കി ചിരിക്കുന്നുണ്ട്. ആ സമയത്ത് കണ്ണൻ ചോദിക്കുന്നുണ്ട്, എന്താ ഡോക്ടർ ഇങ്ങനെ ചിരിക്കണേന്ന് ചോദിക്കുമ്പം, അതോ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു സന്തോഷ വാർത്ത എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മഹാലക്ഷ്മി ഒരു അമ്മയാവാൻ പോവുകയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ടെന്ന്. ആ സമയത്ത് കണ്ണനാണെങ്കിൽ വിശ്വാസമില്ലാതെ ഡോക്ടർ നോക്കുന്നുണ്ട്. ആ സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട്, എന്താ കണ്ണ തനിക്ക് വിശ്വാസമായില്ലേ? ഞാൻ പറഞ്ഞത് സത്യ, മഹാലക്ഷ്മി ഒരമ്മയാവാൻ പോവുക. ഇനി നമുക്ക് കൂടുതൽ ചെക്കപ്പൊക്കെ നടത്തിയാലേ അത് സ്ഥിരീകരിക്കാൻ പറ്റുള്ളൂ. എന്തായാലും എത്രയും പെട്ടെന്ന് കണ്ണനും മഹാലക്ഷ്മിയും ഒരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണണം. എന്നിട്ട് നമുക്കിത് എല്ലാവരോടും പറയാം. എന്തായാലും തൽക്കാലം കണ്ണൻ്റെ ബന്ധുക്കളും മഹാലക്ഷ്മിയുടെ രണ്ടാനച്ഛനൊന്നും ഈ വിവരം അറിയണ്ട. അവരറിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, ഒരിക്കലും അവരത് അറിയാൻ പാടില്ല. ഇന്നും കൂടി എൻ്റെ അനുജൻ പറഞ്ഞുള്ളൂ മഹിക്കൊരമ്മയാവാൻ പറ്റില്ല, അതുകൊണ്ട് എന്നെ ഉപേക്ഷിച്ച് പോകുന്നു. ഇനിയിപ്പോൾ മഹി ഒരമ്മയാവാൻ പോവുകയാണെന്ന് അറിഞ്ഞാൽ അവരെന്തായാലും ആ കുഞ്ഞിനെ നശിപ്പിക്കും. അതുമാത്രമല്ല എൻ്റെ രണ്ടാനമ്മ സ്വന്തം മകളുടെ കുഞ്ഞിനെ വരെയും നശിപ്പിക്കാൻ നോക്കിയ ആളാണ്. എന്തായാലും മഹാലക്ഷ്മിക്ക് സന്തോഷമായില്ലേ? ഒരുപാട് നാളായില്ലേ മഹി ഇത് ആഗ്രഹിക്കണു. ഇനിയിപ്പോൾ സന്തോഷത്തോടുകൂടി തന്നെ മുന്നോട്ട് പോയിക്കോ, യാതൊരു ടെൻഷനും വരരുത്, സന്തോഷമായിരിക്കണം ഇനിയുള്ള ജീവിതം എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, എനിക്കിതിലും വലിയ സന്തോഷം ഇനി ജീവിതത്തിൽ ഉണ്ടാവാനില്ല സാറേ. എന്തായാലും ഇത്രയും പെട്ടെന്ന് എനിക്ക് ഇതുപോലൊരു സന്തോഷം ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഞാൻ എപ്പോഴും അമ്പലത്തിൽ ചെല്ലുമ്പോൾ കാണുന്ന ഒരു അമ്മയില്ലേ, ആ അമ്മ കഴിഞ്ഞ ദിവസം ചെന്നപ്പോഴും എന്നോട് പറഞ്ഞിരുന്നു അധികം വൈകാതെ തന്നെ മോളാ സന്തോഷ വാർത്ത കേൾപ്പിക്കുമെന്ന്. ആ അമ്മ പറയുന്നതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ അതുപോലെ തന്നെ സംഭവിക്കുന്നുണ്ട്. എന്തായാലും ഈ വിവരം ഞാൻ അമ്മയെ ഒന്ന് വിളിച്ച് പറയട്ടെ. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, താൻ അമ്മയെ വിളിച്ചു പറ. അതുപോലെ തന്നെ നമ്മൾ ഈ വിശേഷം കേൾപ്പിക്കുന്നതും കാത്ത് രണ്ടുപേര് ഇരിക്കുന്നുണ്ട്, അനന്തു ലേഹയെ, ഞാൻ അവരെ വിളിച്ചൊന്ന് വിവരം പറയട്ടെ എന്ന്. അങ്ങനെ മഹാലക്ഷ്മിയാണെങ്കിൽ ഫോണെടുത്ത് മോഹിനിക്ക് വിളിക്കുന്നുണ്ട്. ഇതേ സമയം മോഹിനി അടുക്കളയിൽ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഫോൺ ബെല്ലടിക്കണേ കേൾക്കണേ. ആ സമയം മഹാലക്ഷ്മിയുടെ ഫോണാണല്ലോ എന്ന് കണ്ടിട്ട് മോഹിനി ചുറ്റും നോക്കുന്നുണ്ട്. എന്നിട്ട് വേഗം തന്നെ ഫോൺ എടുത്തിട്ട്, എന്താ മോളെന്താ രാവിലെ തന്നെ വിളിച്ച്, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഇവിടെ ഒരു പ്രശ്നമില്ല അമ്മേ, അമ്മയോടൊരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. അവിടെ അമ്മയുടെ അടുത്ത് കരുണയോ ആരെങ്കിലും ഉണ്ടോ അമ്മയെന്ന് ചോദിക്കുമ്പം, ഇല്ല മോളെ, അവരാരും ഇവിടെ ഇല്ല, അവരൊക്കെ അപ്രവശത്ത, മോള് കാര്യം പറയാമെന്ന് പറഞ്ഞു. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, അമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം സാധിച്ചമ്മേ, എനിക്ക് വിശേഷമുണ്ടെന്ന്. അത് കേട്ടതും മോഹിനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് മഹാലക്ഷ്മി പറയുന്നുണ്ട്, അമ്മ തൽക്കാലം ഇത് ആരോടും പറയാൻ നിൽക്കണ്ട. ഇല്ല മോളെ, ഞാൻ ആരോടും പറയണില്ല, തൽക്കാലം ഇത് ആരെ അറിയിക്കാതിരിക്കണേ നല്ലത്. അല്ലെങ്കിൽ തന്നെ ഇവിടെ കരുണയ്ക്ക് ഇപ്പോഴൊന്നും കുഞ്ഞുങ്ങളുണ്ടാവില്ല എന്നും പറഞ്ഞ് ആകെ ദേഷ്യത്തില്ല. ആകെ കൂടി കരുണയുടെ സന്തോഷം മോൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ല എന്നുള്ളതായിരുന്നു. ഇനിയിപ്പോൾ മോൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ പോകുകയെന്ന് പറഞ്ഞാൽ കരുണ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല. എന്ന സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, അതുകൊണ്ട് അമ്മ ആരോടും പറയണ്ട. എന്തായാലും ആദ്യം തന്നെ അമ്മയെ വിളിച്ച് പറയണമെന്ന് കരുതിയാൽ ഞാനിത് പറഞ്ഞ്, തൽക്കാലം നിങ്ങളിത് ആരെ അറിയിക്കാതിരിക്കണേയിരിക്കും നല്ലതെന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, അത് തന്നെ തോമസ് ഡോക്ടർ പറഞ്ഞത്, തൽക്കാലം ഇത് ശത്രുക്കളെ ആരെയും അറിയിക്കേണ്ടെന്ന്. എന്തായാലും ഞാൻ കുറച്ച് ദിവസത്തേക്ക് ഇനി അനന്തുവേട്ടൻ്റെ വീട്ടിലേക്കായിരിക്കും പോണേ. എന്നാൽ ശരി അമ്മേ, ഞാൻ ഫോൺ വെച്ചേക്കട്ടെ എന്ന്. ഇതേ സമയം നമ്മളുടെ അനന്തുവും ലേഹയും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കണ്ണൻ്റെ കോള് വരുന്നത്. ഫോൺ എടുത്തിട്ട് കണ്ണനല്ല വിളിക്കണേ. ഇനി അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ അനന്തുവേട്ടാന്ന് ലേഹ ചോദിക്കുന്ന സമയത്ത്, പ്രശ്നമൊന്നും ഉണ്ടാവില്ല, എന്തായാലും അനന്തുവേട്ടൻ കോൾ എടുത്ത് നോക്കുമെന്ന് പറയണു. അങ്ങനെ അനന്തു കോൾ എടുത്തതും കണ്ണൻ പറയുന്നുണ്ട്, എടാ അനന്തു, നിനക്കൊരു സന്തോഷ വാർത്തയുണ്ടെന്ന്. ആ സമയത്ത് അനന്തു ചോദിക്കുന്നുണ്ട്, എനിക്ക് സന്തോഷ വാർത്ത, അതെന്താടാ കണ്ണാന്ന് ചോദിക്കുമ്പം, അതെ മഹി ഒരമ്മയാവാൻ പോവുകയെന്ന്. അത് കേട്ടതും അനന്തുവിന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ആ സമയത്ത് ലേഖ ചോദിക്കുന്നുണ്ട്, എന്താ അനന്തുവേട്ടാന്ന് ചോദിക്കുമ്പം, അതെ നമ്മുടെ മഹി ഒരു അമ്മയാവാൻ പോവാന്നാ കണ്ണൻ വിളിച്ച് പറയണേന്ന് പറയണു. അങ്ങനെ ലേഖ വേഗം തന്നെ കണ്ണൻ്റെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, നേരാണോ കണ്ണേട്ടാ, ഞങ്ങൾ എത്ര നാളായി ഇത് ആഗ്രഹിക്കണു. എന്നിട്ട് മഹി എവിടെയെന്ന് ചോദിക്കുമ്പം കണ്ണൻ പറയുന്നുണ്ട്, അയാളുടെ അമ്മയെ വിളിച്ചത് പറഞ്ഞുകൊണ്ടിരിക്കുക, ഞാനിപ്പോൾ ഫോൺ കൊടുക്കാമെന്ന്. ആ സമയത്ത് മഹാലക്ഷ്മി ആണെങ്കിൽ കോള് കട്ട് ചെയ്തിട്ട് കണ്ണൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. കണ്ണൻ ആ സമയം മഹാലക്ഷ്മിക്ക് ഫോൺ കൊടുത്തിട്ട് പറയുന്നുണ്ട്, ലേഹ്യ തന്നോട് സംസാരിക്കണമെന്ന് പറയുന്നുണ്ടെന്ന്. അങ്ങനെ മഹാലക്ഷ്മി ഫോൺ വാങ്ങിയിട്ട്, ലേഹ്യ സന്തോഷ വാർത്ത അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഊവ മഹി, എനിക്ക് ഇതിലും വലിയ സന്തോഷം വേറെ ഒന്നും ഉണ്ടാവാനില്ല. എന്തായാലും എനിക്ക് മഹിയെ ഇപ്പം തന്നെ കാണണം, നിങ്ങൾ എവിടെയുള്ളത്, ഞങ്ങൾ അങ്ങോട്ട് വരാമെന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, വേണ്ട ലേഹ്യ, ഞങ്ങൾ ഡോക്ടറുടെ അടുത്ത് നിന്ന് ഇറങ്ങിയാൽ നേരെ അങ്ങോട്ട് വരാം, എന്നിട്ട് ലേഖേനെയും കൂട്ടിയിട്ട് വേണം എനിക്ക് ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പോകാൻ. ആ സമയത്ത് ലേഖ പറയുന്നുണ്ട്, എന്നാൽ ശരി മഹി, നിങ്ങൾ വേഗം ഇങ്ങോട്ട് വാ, നിങ്ങൾക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചേക്കാമെന്ന്.
എന്നാൽ ശരി വേഗം ഇങ്ങോട്ട് വരാൻ നോക്കുന്നും പറഞ്ഞ് ലേഖ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് മഹാലക്ഷ്മി കണ്ണൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് പറയുന്നുണ്ട്, കണ്ണേട്ട എന്തായാലും നമുക്ക് അനന്തേട്ടൻ്റെ വീട്ടിലോട്ട് പോകാം, ഡോക്ടറോട് യാത്ര പറഞ്ഞിട്ട് പോകാമെന്നും പറഞ്ഞ് തോമസ് ഡോക്ടറുടെ അടുത്ത് ചെല്ലുമ്പം തോമസ് ഡോക്ടർ പറയുന്നുണ്ട്, ഇത് നമുക്ക് ഭയങ്കര ഗംഭീരമായിട്ട് തന്നെ ആഘോഷിക്കണം. ആദ്യം തന്നെ മാർക്കോയെ എംലോപ്പസിനെ എല്ലാവരെയും വിളിച്ച് വിവരം പറയണം. എന്നിട്ട് നമുക്ക് ഇന്ന് വൈകുന്നേരം തന്നെ ഇവിടെ ഒരു പാർട്ടി അറേഞ്ച് ചെയ്യണം. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ ഏറ്റു. എന്തായാലും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ കാര്യം ഇപ്പോൾ നടന്നേക്കണം. അതുകൊണ്ട് അതിൻ്റെ സന്തോഷം നമുക്ക് ആഘോഷിക്കണം ഡോക്ടറെന്ന്. എന്നാൽ ഞങ്ങൾ പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടറോട് യാത്ര പറഞ്ഞു പോകുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കണം. തൽക്കാലം മഹാലക്ഷ്മിയുടെയും കണ്ണൻ്റെയും ശത്രുക്കൾ ആരും ഈ വിവരം അറിയണ്ട. അവരറിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയും ഈ കുഞ്ഞിനെ നശിപ്പിക്കാനേ അവർ ശ്രമിക്കുള്ളൂ. അതുകൊണ്ട് ഇത് രഹസ്യമായിട്ടിരിക്കട്ടെ എന്ന്. പിന്നീട് കണ്ണനും മഹാലക്ഷ്മിയും കാറിലിങ്ങനെ പോണയാണ് കാണിക്കണം. പോണ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, എന്തായാലും നമുക്ക് ഓഫീസിൽ കയറി മഞ്ജുവിനോട് ഈ സന്തോഷം ഒന്ന് പറഞ്ഞിട്ട് പോകാമെന്ന്. ആ സമയം കണ്ണൻ ചോദിക്കുന്നുണ്ട്, ഫോണിൽ പറഞ്ഞാൽ പോരെ, ഇപ്പോൾ ഓഫീസിൽ പോകണമെന്ന് ചോദിക്കുമ്പോൾ, ഇല്ല കണ്ണേട്ട, എന്തായാലും മഞ്ജുവിനോട് നേരിട്ട് തന്നെ പറയണം, നമ്മൾ പോണ വഴിക്കല്ലേ, ഒന്ന് കയറി പറഞ്ഞിട്ട് പോകാമെന്ന്. അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും ഓഫീസിലേക്ക് വരുന്ന സമയത്ത് കണ്ണൻ വീൽ ചെയറിൽ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാ സ്റ്റാഫുകളും കണ്ണനെ കണ്ടതും ബഹുമാനത്തോടു കൂടി എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. പിന്നീട് മഹാലക്ഷ്മി മഞ്ജുവിൻ്റെ ക്യാബിനിലേക്ക് ചെല്ലുമ്പം മഞ്ജു അത്ഭുതത്തോടു കൂടി ചോദിക്കുന്നുണ്ട്, എന്താ എടുത്തി ഇത്ര രാവിലെ തന്നെ വന്നതെന്ന് ചോദിക്കുമ്പം, അത് ഒന്നുമില്ല, നിന്നോടൊരു സന്തോഷ വാർത്ത അറിയിക്കാനുണ്ട്, അതിനു വേണ്ടി വന്നത്. ആ സമയം മഞ്ജു ആണെങ്കിൽ ഒന്നും മനസ്സിലാവാത്ത പോലെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, നിനക്കൊന്നും മനസ്സിലായില്ല അല്ലേ, എന്തായാലും അധികം വൈകാതെ തന്നെ നീ ഒരു അപ്പച്ചിയാവുമെന്ന്. അത് കേട്ടതും മഞ്ജുവിന് ആദ്യം മനസ്സിലാവണില്ല. പിന്നീട് മനസ്സിലായതും മഞ്ജു സന്തോഷത്തോടു കൂടി മഹാലക്ഷ്മിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നാലും ഏടത്തി, ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചതാ ഏടത്തിക്കും ഏട്ടനും ഒരു കുഞ്ഞുണ്ടാവണമെന്ന്. എന്തായാലും എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടല്ലോ. ഇനിയിപ്പോൾ ഇതാരെ അറിയിക്കാൻ നിൽക്കണ്ട കേട്ടോ ഏടത്തി, എൻ്റെ അമ്മ എങ്ങാനും പറഞ്ഞാൽ ഉറപ്പായിട്ടും ആ കുഞ്ഞിനെ നശിപ്പിക്കുമെന്ന്. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, തൽക്കാലം ഞങ്ങളിത് ആരെയും അറിയിക്കണില്ല. അത് മാത്രമല്ല, ഇപ്പം ഞങ്ങൾ പോകുന്നത് അനന്തുവിൻ്റെ വീട്ടിലേക്കാണ്. അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് തീരുമാനിക്കുകയാണ്. ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട്, എന്തായാലും എനിക്ക് സന്തോഷമായി, ഈ വിവരം ഞാൻ ഇപ്പം തന്നെ സാഗറേട്ടനെ വിളിച്ച് പറയട്ടെ എന്നും പറഞ്ഞ് മഞ്ജു ഫോണെടുത്ത് സാഗറിനെ വിളിച്ച് പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ സാഗറിനും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. പിന്നീട് സാഗർ മഞ്ജുവിനോട് പറയുന്നുണ്ട്, എന്തായാലും ഏടത്തേക്ക് കുഞ്ഞുങ്ങളുണ്ടാവാൻ പോവാന്ന് പറഞ്ഞാൽ നിൻ്റെ അമ്മയും ആങ്ങളെയും വെറുതെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നണില്ല. അതുകൊണ്ട് അവരോട് തൽക്കാലം നമ്മുടെ വീട്ടിൽ നിൽക്കാൻ പറയാമെന്ന്. ആ സമയം മഞ്ജു പറയുന്നുണ്ട്, സാഗരേട്ടൻ പറയുന്നത് ഏട്ടനോടും ഏടത്തിയോടും ഞങ്ങളുടെ വീട്ടിൽ നിൽക്കാനാന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, അതൊന്നും ശരിയാവില്ലടി, എന്തായാലും അനന്തുവിൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഞങ്ങൾക്കൊന്ന് ഹോസ്പിറ്റൽ വരെ പോകണം, അതിനുശേഷമേ വീട്ടിലേക്ക് പോകണുള്ളൂ എന്ന്. അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും മഞ്ജുവിനോട് യാത്ര പറഞ്ഞ് ഇറങ്ങുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അനന്തും ലേഹയാണെങ്കിൽ ഇതുവരെ മഹിയും കണ്ണേട്ടനെയും കണ്ടില്ലല്ലോ. വിശേഷമായി എന്ന് അറിഞ്ഞതിന് ശേഷം മഹാലക്ഷ്മിയെ കാണാൻ എനിക്ക് കൊതിയായിട്ട് പാടില്ല എന്ന്. ആ സമയം അനന്ത് പറയുന്നുണ്ട്, അവരിപ്പോൾ വരുമെന്ന്. അങ്ങനെ അവർ സംസാരിച്ചിരിക്കുന്ന സമയത്ത് തന്നെ കണ്ണൻ്റെ കാറ് വരുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. അത് കേട്ടതും അനന്തുവാണെങ്കിൽ ലേഖയോട്, ലേഖ അതെ അവർ വന്നു എന്നും പറഞ്ഞുകൊണ്ട് വേഗം വെളിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ആ സമയത്ത് കണ്ണനാണെങ്കിൽ ഡോറ് തുറന്ന് മഹാലക്ഷ്മിയെ കൂട്ടി വെളിയിലേക്ക് ഇറങ്ങി വരുമ്പം ലേഖയാണെങ്കിൽ ഓടിച്ചെന്ന് മഹാലക്ഷ്മിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മഹി എനിക്കിപ്പോൾ ഭയങ്കര സന്തോഷമായി, ഞാൻ ഒത്തിരി നാളായി ഇത് ആഗ്രഹിച്ചുകൊണ്ടിരിക്കണു, ഇപ്പോഴെങ്കിലും ഞങ്ങളുടെ ആഗ്രഹം ദൈവം നടത്തി തന്നൂലോ. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, അതിനെന്താ ലേഹ, ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായാൽ അത് നിങ്ങളുടെയും കൂടെ കുഞ്ഞുങ്ങളല്ലേ, എന്തായാലും നിങ്ങൾ അകത്തേക്ക് വന്നും പറഞ്ഞ് അനന്തു ഈ മഹാലക്ഷ്മിയെയും കണ്ണനെയും വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അകത്ത് ചെന്നതും മഹാലക്ഷ്മിക്ക് കുടിക്കാൻ വെള്ളമൊക്കെ എടുത്ത് കൊടുത്തിട്ട് ലേഖ ചോദിക്കുന്നുണ്ട്, ഇനി എന്താ നിങ്ങളുടെ പ്ലാൻ, കമലേശ്വരത്തേക്ക് തന്നെയാണോ പോണേന്ന് ചോദിക്കുമ്പം അതൊന്നും തീരുമാനിച്ചിട്ടില്ല ലേഖ, എന്തായാലും തൽക്കാലം ഇത് ആരെയും അറിയിക്കേണ്ടെന്ന് തന്നെയാണ് തോമസ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഇനി ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ കുഞ്ഞിനെ അവരില്ലാതാക്കുമെന്ന്. ആ സമയത്ത് ലേഖ പറയുന്നുണ്ട്, ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട, അല്ലെങ്കിൽ തന്നെ കണ്ണേട്ടൻ്റെ രണ്ടാനമ്മ മഞ്ജുവിൻ്റെ വരെയും കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കിയതാണ്, അപ്പോൾ പിന്നെ മഹിയുടെ കുഞ്ഞിനെ ഇല്ലാണ്ടാക്കാൻ നോക്കുമല്ലോ, അതുകൊണ്ട് നിങ്ങൾ തൽക്കാലം ഇവിടെ താമസിച്ചാൽ മതി. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, അതൊക്കെ നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം, ഇപ്പം എന്തായാലും ഇയാളെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കണം, അതിന് ലേഖയും കുട്ടി പോവാനാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. എന്തായാലും ലേഖ വേഗം റെഡിയാവുക, നമുക്ക് നല്ലൊരു ഹോസ്പിറ്റലിൽ തന്നെ പോകണം, അതും നമുക്ക് പരിചയമുള്ള ഡോക്ടറായിരിക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. അതൊക്കെ ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ടാ, നീ വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് പരിചയമുള്ള ഡോക്ടറെ തന്നെ ഞാൻ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു, അവർ വേഗം ചെല്ലാനാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് ഡോക്ടറെ കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം, തൽക്കാലം നമുക്ക് ഇറങ്ങാമെന്നും പറഞ്ഞ് കണ്ണനും മഹാലക്ഷ്മിയും പോകുന്നുണ്ട്. ഇതേ സമയം നമ്മളുടെ ഉണ്ണിയാണെങ്കിൽ ദുർഗയോട് ചോദിക്കുന്നുണ്ട്, ഏട്ടനും അവരും കൂടെ കൂടി രാവിലെ തന്നെ പോണ കണ്ടുല്ലോ, എവിടെ പോയതാന്ന് ചോദിക്കുമ്പോൾ
അറിയില്ലടാ മോനെ, പോയപ്പോൾ ഞാൻ ചോദിച്ചു, പക്ഷെ അവരൊന്നും പറഞ്ഞില്ല. പക്ഷെ എനിക്ക് തോന്നണത് അവൾക്ക് എന്തോ സുഖമില്ലാണ്ട് ആസ്പത്രിയിൽ പോയതാന്നാ. കാരണം അവളുടെ മുഖമൊക്കെ ആകെ ക്ഷീണിച്ചായിരുന്നേന്ന്. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട് അവർക്ക് എന്തെങ്കിലും അസുഖം വന്ന് അവർ മരിച്ചാലും കുഴപ്പമില്ലായിരുന്നു, അങ്ങനെയെങ്കിലും എൻ്റെ ജീവിതം രക്ഷപ്പെട്ടേനെ. ഇനിയിപ്പോൾ കരുണ ഇങ്ങോട്ട് തിരിച്ചു വരുമെന്ന് പോലും അറിയില്ല. അവർ ഒറ്റ ഒരുത്തി ഇതിനെല്ലാം കാരണം. അന്ന് തന്നെ കണ്ണേട്ടനെയും കൊണ്ട് അവരെ വിവാഹം കഴിപ്പിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട് എന്തായാലും സംഭവിച്ചത് സംഭവിച്ചു, ഇനിയെങ്കിലും ആ കണ്ണനെയും മഹാലക്ഷ്മിയും രണ്ടിടത്താക്കാൻ നമ്മൾ നോക്കണം, ഇല്ലെങ്കിൽ നമ്മളുടെ എല്ലാവരുടെയും ജീവിതം വെറുതെ ആയി പോകുന്നു. അത് കേട്ടതും ഉണ്ണിയാണെങ്കിൽ ഭയങ്കര പകയോടുകൂടി ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.